പെട്ടെന്ന് ജീവൻ തിരിച്ചു പിടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ലൈഫ് ലൈനിലോട്ട് കൊണ്ടുവരികയായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അനാഫിലാക്റ്റിക് റിയാക്ഷൻ ആയിരുന്നു റഫീഖയുടെ കാര്യത്തിലും സംഭവിച്ചത്. എന്താണ് അനാഫിലാക്സിസ്? നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വളരെ സിവിയർ ആയിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷൻ ആണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ഇത്രയും സിവിയർ ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫുഡ് ഐറ്റം ആവാം, ഒരു പെർട്ടിക്കുലർ മെഡിസിൻ ആവാം, ഇൻസെക്ട് ബൈറ്റും ആവാം. തക്ക സമയത്ത് തന്നെ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഡേഞ്ചറസ് കണ്ടീഷനാണ് ഈ പറഞ്ഞ അനാഫിലാക്സിസ്. സിവിയർ അലർജിക് റിയാക്ഷൻ വന്ന് ഒരുപാട് ശ്വാസമുട്ടുള്ള അവസ്ഥയിലേക്ക് പോയി കാർഡിയാക് അറസ്റ്റ് തന്നെ സംഭവിച്ചു. എമർജൻസി ആയിട്ട് തന്നെ CPR ചെയ്തു, ഇൻറ്റുബേറ്റ് ചെയ്തു, പിന്നീട് സപ്പോർട്ടിലാക്കി ഐസിലോട്ട് മാറ്റി. അതിനുശേഷം അഡ്രിനാലിൻ എന്ന് പറയുന്ന ലൈഫ് സേവിങ് ആയിട്ടുള്ള അനാഫിലാക്സിസിന് കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ മെഡിക്കേഷൻ തുടങ്ങിയതിന് ശേഷമാണ് ബെറ്റർ ആയത്. ICUലോട്ട് മാറ്റിയതിന് ശേഷം അഡ്രിനാലിൻ എന്ന് പറയുന്ന ലൈഫ് സേവിങ് ആയിട്ടുള്ള അനാഫിലാക്സിസിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ മെഡിസിൻ നമ്മുടെ സൈഡിൽ നിന്ന് തുടങ്ങി. BP ഒക്കെ പതുക്കെ ഇമ്പ്രൂവ്ഡ് ആയി വന്നു. പിന്നീട് സപ്പോർട്ടിൽ നിന്ന് മാറ്റി ഷീ ഗോട്ട് സബ്സിക്വൻ്റ്ലി ഷിഫ്റ്റഡ് ഔട്ട് ടു റൂം സൈഡ്. എന്നിപ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയാണ്. നമസ്കാരം, എൻ്റെ പേര് റഫീഖ. എൻ്റെ വീട് ചാരുമൂടാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സുധീർ. എനിക്ക് ഞായറാഴ്ച ഒരു ഉച്ചയായപ്പം ശ്വാസമുട്ടൽ വരുന്ന ആളാണ്. ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അന്നൊരു ഉച്ചയ്ക്ക് 2 മണിയൊക്കെ കഴിഞ്ഞപ്പം ശ്വാസമുട്ടൽ കൂടി. എന്തോ ഈ അബോധാവസ്ഥയിലാണെന്ന് പറയാം. ശ്വാസം നിലച്ച് മരണപ്രാളമായിരുന്നു. അങ്ങനെ വീട്ടിലുള്ളവരെല്ലാവരും കൂടി എന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ CPR ഒക്കെ ചെയ്തു. എത്രയും പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അടുത്ത് സേഫായിട്ടുള്ളതും നല്ലതും ലൈഫ് ലൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് ജീവൻ തിരിച്ചു പിടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ലൈഫ് ലൈനിലോട്ട് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ എൻ്റെ അവസ്ഥ ഓരോരുത്തരും പറഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞത്. ഇവിടെ കൊണ്ടുവന്ന് ICU കയറ്റി ബെഞ്ച് ഡോക്ടറും മറ്റുള്ള ഡോക്ടർമാരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് നല്ല സപ്പോർട്ടോടു കൂടി തന്നെ ചികിത്സിച്ചു. അങ്ങനെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തി. എൻ്റെ ജീവൻ പോയെന്ന് പറഞ്ഞതാ, അതിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി നിലനിർത്തി കൊണ്ടുവന്നതാണ് ഡോക്ടർമാർക്കും സിസ്റ്റർമാർക്കും എല്ലാം ഒരുപാട് നന്ദി പറയുന്നു ഞാൻ. എൻ്റെ ജീവൻ തിരിച്ച് പിടിച്ച് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയതിൽ ഞാനിപ്പം വളരെ ഹാപ്പിയാണ്. ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത്. ഇന്ന് 5 ദിവസമാകുന്നു. ഒരുപാട് മാറ്റമുണ്ട് എനിക്ക്. ഇപ്പം നല്ല രീതിയിൽ ശ്വാസം എടുക്കാനും സംസാരിക്കാനും എല്ലാം കഴിയുന്നുണ്ട്. അതിന് ഡോക്ടർമാരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളോട് ഇന്നെനിക്ക് പറയാനുള്ളത്, അനാഫിലാക്സിസ് എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷനെ പറ്റി ബോധവാന്മാരായിരിക്കുക. സിവിയർ അനാഫിലാക്റ്റിക് റിയാക്ഷൻ പോലുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു രോഗിയെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ എത്തിക്കുക. ദാറ്റ് സിമ്പിൾ ആക്ട് ക്യാൻ ബി ലൈഫ് സേവിങ്. താങ്ക് യു.